അന്ത്യനാൾ സംഭവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് കാഹളത്തിൽ ഊതാൻ പറയുമ്പോഴാണ്. അദ്ദേഹം കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം, ആ ശബ്ദം കേൾക്കുന്നവരെല്ലാം അവർ ഭൂമിയിലേക്ക് നിലംപതിക്കും. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിൽ തന്റെ ഒട്ടകത്തിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതിന് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടയനാണ് ആദ്യമായി കാഹളത്തിൽ ഊതുന്നതിന്റെ ശബ്ദം കേൾക്കുക. അത് കേട്ട ഉടനെ മനുഷ്യർ നിലംപതിക്കും. അതിനുശേഷം ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും അവർ ഈ കാഹളത്തിൽ ഊതുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, ഉച്ചത്തിലുള്ള ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അവർ നിലംപതിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വരും അവർ നിലംപതിക്കുന്നതാണ്, അവർ മരിച്ചു വീഴുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ച ഒരു വിഭാഗം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാവരും കാഹളത്തിലുള്ള ഈ ഊത്ത് കേട്ടുകഴിഞ്ഞാൽ അവർ നിലംപതിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, പിന്നീട് ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടുന്നതാണ്. അപ്പോൾ കാഹളത്തിൽ ഊതുക എന്നത് 2 തവണയുണ്ട്. ഒന്ന് അന്ത്യനാൾ സംഭവിക്കുന്ന സന്ദർഭത്തിലാണ്. അത് കേൾക്കുമ്പോഴാണ് മനുഷ്യർ അവർ ബോധരഹിതരായി അവർ മരിച്ച് താഴെ വീഴുക. പിന്നീട് രണ്ടാമതൊരിക്കൽ കൂടി മലക്ക് കാഹളത്തിൽ ഊതുന്നതാണ്. അപ്പോൾ അവരത് ആ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവരിങ്ങനെ പരസ്പരം നോക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഹളത്തിൽ ആദ്യം ഊതുന്നതും രണ്ടാമത് ഊതുന്നതും അതിനിടയിൽ 40 വർഷത്തെ ഇടവേളയുണ്ട്. കാഹളത്തിൽ 2 തവണ, ഒന്നാമത്തെ തവണ ഊതിയാൽ മനുഷ്യർ അവർ നിലംപതിക്കും, രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോൾ മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കും. ഈ പറഞ്ഞ 2 സംഭവങ്ങൾക്കും ഇടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഒരു വെള്ളം ഇറക്കുന്നതാണ്. അപ്പോൾ അവരത് ആ ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ, അതിന്റെ വിത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ മനുഷ്യർ അവർ ഖബറുകളിൽ നിന്ന് മുളച്ചു പൊന്തുന്നതാണ്, അവർ പുറത്തേക്ക് വരുന്നതാണ്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് എല്ലാം ദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ശരീരത്തിലെ ഒരു എല്ല് ഒഴിച്ചു നിർത്തിയാൽ ശരീരത്തിലെ ബാക്കി എല്ലാ ഭാഗങ്ങളും ദ്രവിക്കുന്നതാണ്, അജ്ബുദ്ദനബി എന്നതൊഴികെ. അജ്ബുദ്ദനബി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുതുകിൽ അതിന്റെ അവസാനത്തിലുള്ള ഒരു വളരെ ചെറിയ ലോലമായ ഒരു എല്ലിന്റെ കഷ്ണമാണ്. ആ ദ്രവിക്കാതെ ബാക്കിയായതിൽ നിന്ന് അന്ത്യനാളിൽ മനുഷ്യർ അവർ വിത്തുകളിൽ നിന്ന് ചെടികൾ മുളക്കുന്നത് പോലെ ഈ പറഞ്ഞ എല്ലിൽ നിന്നാണ് അവർ മുളച്ചു പൊന്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിക്കുകയാണ്. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. പിന്നീട് മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയായി. മഹ്ശറിന്റെ ഭൂമി എവിടെയാണ്? പല പണ്ഡിതന്മാരും പറഞ്ഞു അത് ഈ ഭൂമി തന്നെയാണ്. ഇവിടെ തന്നെയാണ് മഹ്ശർ ഉണ്ടാവുക, ഇവിടെ തന്നെയാണ് മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുക. പക്ഷേ ഈ ഭൂമി എന്നുള്ള രൂപത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്. ഭൂമിയിൽ ഒരു ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാവുകയില്ല. അത് പരന്ന പ്രതലമായിരിക്കും. അവിടെ എവിടെയും ഒരു അടയാളമോ പറയപ്പെടാവുന്ന, ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു മാറ്റമോ ഉണ്ടാവുകയില്ല. ഭൂമി മുഴുവൻ ഒരുപോലെ പരത്തപ്പെടുന്നതാണ്. ആ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യർ അവർ മഹ്ശറിലേക്ക് ആനയിക്കപ്പെടുകയും അവിടെ നിർത്തപ്പെടുകയും ചെയ്യുക. അവിടേക്ക് ഖബറുകളിൽ നിന്ന് മനുഷ്യർ ഈയാംപാറ്റകളെ പോലെ, അതല്ലെങ്കിൽ വെട്ടുകിളികളെ പോലെ അവർ എഴുന്നേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിളിയാളത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അവരെല്ലാം ഒരുപോലെ പോകുന്നതാണ്. അതുപോലെ മനുഷ്യർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മഹ്ശറിലേക്ക് അവർ നടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അന്ത്യനാളിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക കാലുകളിൽ ചെരുപ്പില്ലാത്ത നിലയിലായിരിക്കും, ശരീരത്തിൽ വസ്ത്രമില്ലാത്ത രൂപത്തിലായിരിക്കും, നിങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിലായിരിക്കും. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇവർ നഗ്നരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. പുരുഷന്മാരും സ്ത്രീകളുമില്ലേ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നഗ്നതകൾ നോക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അത്ര കഠിനമായ അവസ്ഥയിലായിരിക്കും മഹ്ശറിൽ മനുഷ്യരുണ്ടായിരിക്കുക.